സൂറത്തുൽ ബഖറ ആയത്തുകൾ 118 മുതൽ 121 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. വഖാലല്ലദീന ഒരു കൂട്ടർ പറഞ്ഞു, ലാ യഅലമുന അവർക്കറിയില്ല, അവർ വിഡ്ഢികളാണ്, അല്ലെങ്കിൽ അവർ വേദം നൽകപ്പെട്ടവരല്ല. മക്കയിലെ ബഹുദൈവവിശ്വാസികൾ അവർ പറഞ്ഞു, ലൗ ലാ യുകല്ലിമുന അള്ളാഹു ഞങ്ങളോട് സംസാരിക്കാത്തതെന്ത്? നേരിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയല്ലാതെ, ഔ തഅ്തീന അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നെത്താത്തതെന്ത്? ആയത്തുൻ ഒരു ദൃഷ്ടാന്തം, ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ദൃഷ്ടാന്തം വരാത്തതെന്താ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും. ഒന്നുകിൽ അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നല്ലൊരു ദൃഷ്ടാന്തം കൊണ്ടുവരട്ടെ. കദാലിക അപ്രകാരം ഖാലല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കൂട്ടരും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മുമ്പുണ്ടായിരുന്ന കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. മിസ്ല ഖൗലിഹിം അവരുടെ വാക്ക് പോലെ, അവർ പറഞ്ഞതുപോലെ. തശാബഹത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ സദൃശമായിരിക്കുന്നു. ഖദ് ബയ്യന്നൽ ആയാതി നാം നിശ്ചയമായും ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ലിഖൗമി യുഖിനൂൻ ദൃഢബോധ്യമുള്ള ജനതക്ക്. അപ്പോൾ ദൃഢബോധ്യമുള്ള ആളുകൾക്ക്. ഇതിനു മുമ്പ് ഇസ്രായേല്യരും ഈ മക്കാ മുശ്രിക്കുകളെ പോലെ ഇത്തരം വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലുള്ള ദുർവാശി അവരുടെ പക്കൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ സത്യനിഷേധികളുടെ വിഷയത്തിൽ ദുർവാശി കാണിക്കുന്ന ആ രീതി അത് അവരുടെ ഹൃദയങ്ങൾ സദൃശമാണ് എന്നതാണ്. അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നൊക്കെ ഇസ്രായേല്യരും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലൊരു വാദം മാത്രമാണ് ഇത് സത്യം സ്വീകരിക്കാൻ വേണ്ടിയുള്ള മനസ്ഥിതിയോടുകൂടിയുള്ള ഒരാവശ്യം ഒന്നുമല്ല. സത്യം സ്വീകരിക്കാനാണെങ്കിൽ യഥാർത്ഥത്തിൽ നിരവധി ദൃഷ്ടാന്തങ്ങൾ ഇതിനകം തന്നെ അവർക്ക് അള്ളാഹു വിവരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ്. ഇന്ന അർസൽനാക നിശ്ചയം നാം താങ്കളെ അയച്ചിരിക്കുന്നു, ബിൽ ഹഖ്ഖി സത്യമായിട്ട്, ബഷീറൻ വനദീറ. ബഷീർ സന്മാർഗം സന്തോഷവാർത്ത അറിയിക്കുന്നവനായി, സുവിശേഷം അറിയിക്കുന്നവനായി, നദീറായിട്ട് അതായത് മുന്നറിയിപ്പ് നൽകുന്നവനായിട്ട്. അള്ളാഹുവിൻ്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് സത്യപ്രകാരം വിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷവാർത്തയും അതല്ലാത്തവർക്ക് നരകമുണ്ട് എന്ന
മുന്നറിയിപ്പും. വലാ തുസ്അലു, താങ്കൾ ചോദിക്കപ്പെടുന്നതല്ല, അൻ അസ്ഹാബിൽ ജഹീം, ജഹീമിൻ്റെ ആളുകളെ സംബന്ധിച്ച്, അതായത് നരകക്കാരെ സംബന്ധിച്ച്. എന്തുകൊണ്ട് ഇന്ന ആൾ വിശ്വസിച്ചില്ല എന്ന് നബിയോട് ചോദിക്കില്ല എന്ന്. ഇനി ഇവിടെ ഇതുപോലുള്ള ദുർവാശിയും ധിക്കാരവും കാണിച്ചവർ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നതായിട്ട് കാണാം. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا. وقال الذين لا يرجون لقاءنا, നമ്മുമായി കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കാത്ത ആളുകൾ, അള്ളാഹു പറയാണ്, അവർ പറഞ്ഞിട്ടുണ്ട്, ലൗലാ ഉൻസില അലൈനൽ മലായികത്തു, നമ്മുടെ മേൽ മലക്കുകൾ ഇറക്കപ്പെടാത്തത് എന്താ? ഈ മുഹമ്മദിന് അല്ലേ മലക്കിറങ്ങിയിരുന്നുള്ളൂ, എന്താ ഞങ്ങളോട് നേരിട്ട് മലക്കിന് സംസാരിച്ചൂടെ? ഔ നറാ റബ്ബന, അപ്പോൾ പിന്നെ ഈ പ്രവാചകന്മാർക്ക് മാത്രം മലക്കുകൾ വരുന്ന എന്താ? ഞങ്ങൾക്ക് നേരിട്ട് മലക്കുകൾ വന്ന് പറഞ്ഞുവിടുന്നൂടെ? ഔ നറാ റബ്ബന, അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബിനെ കണ്ടൂടെ? ലഖദ് ഇസ്തക്ബറൂ ഫി അൻഫുസിഹിം, അവരുടെ മനസ്സിൽ തങ്ങളുടെ ഗർവ് നടിച്ചു. ഇസ്തിക്ബാർ ഫി അൻഫുസിഹിം, ലഖദ് ഇസ്തക്ബറൂ ഫി അൻഫുസിഹിം വഅതൗ ഉതുവൻ കബീറ, അവർ വലിയ ധിക്കരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ പല സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിശ്വസിക്കുന്നവർ, ദൃഢബോധ്യമുള്ളവർ വിശ്വസിക്കും, മർക്കടമുഷ്ടിയില്ലാത്തവർ വിശ്വസിക്കും. സത്യം ബോധ്യപ്പെട്ടാൽ സത്യം അംഗീകരിക്കും. എന്നാൽ മർക്കടമുഷ്ടിക്കാരായ ആളുകൾ സത്യം ബോധ്യപ്പെട്ടാലും എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞിട്ട് വിശ്വാസത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കും. അപ്പം അവർ അങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നതിൽ നബിയോട് ചോദിക്കപ്പെടുന്നതല്ല എന്നാണ്. വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം എന്ന്, നരകക്കാരെ സംബന്ധിച്ച് നീ ചോദിക്കപ്പെടുന്നതല്ല എന്ന് അള്ളാഹു പറയാണ്. ഫഇന്നമാ അലൈക്കൽ ബലാഗ് വഅലൈനൽ ഹിസാബ്, സൂറത്തുർ റഅദിൽ. ഫഇന്നമാ അലൈക്കൽ ബലാഗ്, നിശ്ചയം താങ്കൾക്കുള്ളത് പ്രബോധനം മാത്രമാണ്. ഈ ദീൻ എത്തിച്ചു കൊടുക്കുക, അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി. അതോടുകൂടി നബിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ്. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അലൈനൽ ഹിസാബ്, വിചാരണ നമ്മുടെ ബാധ്യതയാണ് എന്ന് സൂറത്ത് യാസീനിൽ കാണാലോ. മാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനം, വ്യക്തമായി ദീൻ എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ നമ്മുടെ ബാധ്യത ഇല്ല എന്ന്. അടുത്ത ആയത്ത്, വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും. വലൻ തർദാ, തൃപ്തിപ്പെടുകയില്ല, അൻക താങ്കളെ തൊട്ട്, അൽ യഹൂദു വലൻ നസാറ, അൽ യഹൂദു യഹൂദികൾ, വലൻ നസാറ നസാറാക്കളും തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, ഹത്താ ഏതുവരെ? തത്തബിഅ, നീ പിൻപറ്റുന്നത് വരെ, മില്ലതഹും അവരുടെ മില്ലത്ത്, അവരുടെ മാർഗം നീ പിൻപറ്റുന്നത് വരെ അവർ എന്തു ചെയ്യില്ല? നിന്നെപ്പറ്റി തൃപ്തരാവുകയില്ല. കുൽ, എന്നാൽ നബിയെ താങ്കൾ പറയണം, ഇന്ന ഹുദല്ലാഹി, നിശ്ചയം അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്, ഹുവൽ ഹുദ, അതാണ് യഥാർത്ഥ മാർഗദർശനം. വല ഇനിത്തബഅത, നീ പിൻപറ്റുകയാണെങ്കിൽ, അഹ്വാഅഹും, ആ യഹൂദി നസറാക്കളുടെ അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി, താങ്കൾക്ക് ഇൽമ് വന്നെത്തിയ ശേഷം, മാലക മിനല്ലാഹി, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് താങ്കൾക്കുണ്ടാവുകയില്ല, മിൻ വലിയ്യിൻ, ഒരു രക്ഷാധികാരി, ഒരു രക്ഷകനും ഉണ്ടാവുകയില്ല, വലാ നസ്വീർ, ഒരു സഹായിയും ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മാർഗം പിൻപറ്റുകയാണെങ്കിൽ എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അവരുടെ മാർഗം പിൻപറ്റുകയില്ല എന്ന് അള്ളാഹുവിനറിയാം. അങ്ങനെയുള്ള ഒരാളെ പിൻപറ്റുന്ന ആരെ, സത്യനിഷേധം പിൻപറ്റുന്ന ഒരാളെ ഒരിക്കലും നബിയായിട്ട് നിയോഗിക്കില്ലല്ലോ. അപ്പോൾ ഇത് എന്താണ്? ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മാർഗം പിൻപറ്റാൻ പോകുന്നില്ല, സത്യനിഷേധികളുടെ മാർഗം പിൻപറ്റാൻ പോകുന്നില്ല എന്ന്
അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, സത്യവിശ്വാസികൾക്ക് ഒരു അറിയിപ്പ് നൽകുകയാണ്. എന്ത്? സത്യവിശ്വാസികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനതയിൽപ്പെട്ടവർ, ഉമ്മത്തിൽപ്പെട്ടവർ ആരെങ്കിലും വഴിതെറ്റിപ്പോയാൽ, യഹൂദി നസാറാക്കളുടെ മാർഗം സ്വീകരിച്ചാൽ അവർക്ക് പിന്നെ യാതൊരു രക്ഷകനും ഒരു സഹായിയും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന്. അടുത്ത ആയത്ത്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ, അല്ലദീന ആതൈനാഹും അവർക്ക് നാം നൽകി, അങ്ങനെയുള്ള ആ കൂട്ടർ, അൽ കിതാബ് വേദഗ്രന്ഥം നൽകിയവർ, നാം വേദഗ്രന്ഥം നൽകിയവർ, യത്ലൂനഹു അതിനെ അവർ ഓതുന്നു, പാരായണം ചെയ്യുന്നു, ഹഖ്ഖ തിലാവതിഹി മുറപ്രകാരമുള്ള യഥാവിധിയുള്ള തിലാവത്ത് പാരായണം. അങ്ങനെയുള്ള ആളുകൾ, അതായത് വേദം നൽകിയിട്ട് അത് യഥാവിധി പാരായണം ചെയ്യുന്ന, മുറപ്രകാരം പാരായണം ചെയ്യുന്ന, അതിനർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുകയും അത് പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ, ഉലൈക ആ കൂട്ടർ യുഅ്മിനൂന ബി അതുകൊണ്ട് വിശ്വസിക്കുന്നു, വമൻ യക്ഫുറു ബിഹി അതിനെ ആര് നിഷേധിക്കുന്നുവോ, ഫഉലൈക ആ കൂട്ടർ ഹുമുൽ ഖാസിറൂൻ അവർ പരാജിതരാണ്. ഇവിടെ അൽ കിതാബ് നൽകപ്പെട്ടവർ, അൽ കിതാബ് നൽകിയവർ, നാം വേദഗ്രന്ഥം നൽകിയവർ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഏതൊരു സമുദായത്തെക്കുറിച്ചും ആവാം. അതായത് കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള, അള്ളാഹു വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ഏതൊരു സമുദായത്തെക്കുറിച്ചും ആവാം. അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദം അവർ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി വായിച്ചാൽ അവർ സത്യവിശ്വാസം കൈക്കൊള്ളും. മർക്കടപഷ്ടിയില്ലെങ്കിൽ അവർ സത്യവിശ്വാസം കൈക്കൊള്ളും, അവർ വിജയിക്കും, അവർ പരാജിതരാവുകയില്ല എന്നതാവാം ആശയം. അതല്ലെങ്കിൽ യഹൂദി നസാറാക്കൾ അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദം അവർ യഥാവിധി പാരായണം ചെയ്താൽ അവരെന്ത് ചെയ്യും? അതനുസരിച്ച് ജീവിക്കുകയും ഈ വിശുദ്ധ ഖുർആനും അംഗീകരിക്കുകയും ചെയ്യും. കാരണം അവരുടെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ വേദം യഥാവിധി അംഗീകരിക്കുന്നുവെങ്കിൽ ഈ വേദവും അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, അവരത് അംഗീകരിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന ഈ വേദം, അന്തിമവേദം നൽകപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, അവർ ഇത് യഥാവിധി പാരായണം ചെയ്യുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അതിൽ വിശ്വസിക്കും, അതനുസരിച്ചുള്ള കർമ്മങ്ങളുമായി മുന്നോട്ട് പോകും, അങ്ങനെ വിജയികളിൽപ്പെടും. അതല്ലെങ്കിൽ ആരെങ്കിലും ഈ വിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്ന പക്ഷം അവർ പരാജിതരിൽപ്പെട്ടു പോകും എന്നതാണ്.